ഹലോ എവ്രി വൺ, വെൽക്കം ടു MP's വേൾഡ്. അപ്പം ഇന്നും നമ്മളൊരു സയൻസ് ടോയ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു CD വെച്ചിട്ട് ഒരു ഹോവർക്രാഫ്റ്റ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ടോയ് ആണ്. അപ്പോൾ ഈ ഹോവർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു CD. അപ്പോൾ പലരുടെ വീട്ടിലും ഉണ്ടാവും, ഒഴിവാക്കിയ CD ഏതെങ്കിലും ഉണ്ടെങ്കിൽ പഴയതൊരെണ്ണം എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു ക്യാപ്പാണ്, ബോട്ടിൽ ക്യാപ്പ്. അതായത് ഈ പ്രസ് ചെയ്യുന്ന ടൈപ്പ്, അതായത് ഇത് മുകളിലേക്ക് പുൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവുകയും ചെയ്യും, താഴേക്ക് പ്രസ് ചെയ്താൽ ക്ലോസ് ആവുകയും ചെയ്യുന്ന ടൈപ്പ് ബോട്ടിലിൻ്റെ ക്യാപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചെറിയ കുട്ടികൾ ഈ LKG UKG ഒക്കെ പഠിക്കുമ്പോൾ കൊണ്ടുപോകുന്ന ബോട്ടിൽസിലൊക്കെ ഇങ്ങനത്തെ ക്യാപ്പായിരിക്കും ഉണ്ടാവുക. ഇനി അതല്ലെങ്കിൽ വീട്ടിൽ ഈ ഡിഷ് വാഷൊക്കെ വാങ്ങുമ്പം, ലിക്വിഡ് ഡിഷ് വാഷൊക്കെ വാങ്ങുമ്പം അതിൻ്റെ ക്യാപ്പും ഈ ടൈപ്പ് ക്യാപ്പ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ക്യാപ്പാണ് നമുക്ക് ആവശ്യം. പിന്നെ വേണ്ടത് ഒരു ബലൂണ്. അപ്പോൾ ഇത്രയും സാധനം മതി നമുക്ക് ഹോവർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ക്യാപ്പ് ഇവിടെ CD-ൻ്റെ മേലെ ഒട്ടിക്കണം. അപ്പം ഒട്ടിക്കുമ്പം ഈ സ്മൂത്തായിട്ടുള്ള സർഫസ് താഴെ വരുന്ന രീതിയിൽ ഒട്ടിക്കുക. ഈ മുകൾ ഭാഗത്താണ് നമ്മൾ ഈ ക്യാപ്പ് ഒട്ടിക്കേണ്ടത്. അപ്പം ഒട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്ലൂ ഏതാണോ പറ്റുന്നത് വെച്ചാൽ അത് വെക്കാം. കഴിയുന്നതും ഫെവിക്കോള് അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ സ്ട്രെങ്ത് കൂടിയ പശ ഉപയോഗിക്കുക. കാരണം നമ്മൾ രണ്ട് പ്ലാസ്റ്റിക് സർഫസ് തമ്മിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ചെറിയ സാധാ ടൈപ്പ് ഗ്ലൂ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ ഒട്ടിയിരിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഒന്നെങ്കിൽ ക്വിക്ക് സ്റ്റിക്ക് അല്ലെങ്കിൽ ഫെവി ബോണ്ടൊക്കെ ഉണ്ട്, നമ്മൾ ലെതർ പോലത്തെ ഒട്ടിക്കുന്നത്. അതല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാം. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ ഒരു സർഫസ് തമ്മിൽ എയർ ഗ്യാപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല. അതായത് ഫുൾ ടൈറ്റായിരിക്കണം. അപ്പം നമ്മളിപ്പോൾ ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിക്കുന്നതെങ്കിൽ പോലും നല്ല തിക്കായിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം. കാരണം ഇതിലൂടെ എയർ ലീക്ക് ആവാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് ഒട്ടിക്കാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹോട്ട് ഗ്ലൂ ഗണ്ണാണ്. ഹോട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്കിത് സ്റ്റിക്ക് ചെയ്യാം. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. ഈ ഒരു സൈഡിൽ കൂടെ ഒരിക്കലും ഒരു എയർ ലീക്കേജ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത്രയും ടൈറ്റായിട്ട് നമ്മൾ ഒട്ടിക്കുക. ഫെവിക്കോൾ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. ഇത്ര തിക്കായിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2-3 മണിക്കൂർ അവിടെ വെച്ചാൽ മതി, അത് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പണിയില്ല. ഇനി നമ്മൾ ബലൂൺ അറ്റാച്ച് ചെയ്യേണ്ടതേ ഉള്ളൂ. വീർപ്പിച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഞെക്കി പിടിച്ചിട്ട് ഈ പോർഷൻ നമ്മളിതിൻ്റെ ഈ ക്യാപ്പിൻ്റെ ഈ പുള്ള് ചെയ്യുന്ന ഭാഗത്ത് ഇടണം. അപ്പം ഇത് ഫസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് വെക്കുക. അതായത് ക്ലോസ്ഡ് പൊസിഷനിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ബലൂൺ ഇവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ ലീവ് ചെയ്താലും കുഴപ്പമില്ല, കാരണം എയർ പോവില്ല, കാരണം ഇത് ക്ലോസ്ഡ് ആണ്. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ എയർ ടൈറ്റ് ആക്കി വെച്ചത് കാരണം വേറെ സ്ഥലത്ത് കൂടെ ലീക്കേജ് ഉണ്ടാവില്ല. റൺ ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ല. ഈ നീല ക്യാപ്പ്, നമ്മുടെ പുള്ള് ചെയ്യുന്ന ക്യാപ്പ് നമ്മൾ ജസ്റ്റ് മേലേക്ക് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ ഒട്ടിക്കുന്നതിന് ശേഷം ഇത് ബലൂൺ വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലൊരു റോളും കൂടി ഇതിൻ്റെ സെൻറ്ററിൽ വെക്കുന്നത് നല്ലത്. അതായത് ചില ബലൂൺസ് ഇപ്പോൾ നമ്മൾ വീർപ്പിച്ച് വെച്ച് കഴിയുമ്പം ഈ രീതിയിൽ നിലത്തിങ്ങനെ മുട്ടി ഇരിക്കുന്നൊരു പ്രോബ്ലം ഉണ്ടാകും. അതായത് ഇതിങ്ങനെ നേരെ നിൽക്കണമെന്നില്ല. ചില ബലൂൺസ് ചിലപ്പം ഓവർ വീർപ്പിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ നിലത്ത് മുട്ടിയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി, ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഈ ബലൂൺസിന് നിലത്ത് തട്ടുന്നതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പേപ്പർ റോള് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. അതായത് അപ്പോൾ ഇതിന് ഒരു സപ്പോർട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളൊരു സാധാരണ ചാർട്ട് പേപ്പർ ഒന്ന് റോൾ ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. ചെറിയൊരു സിലിണ്ടർ ഷേപ്പിൽ ഒരു 4 to 5 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ എടുത്താൽ മതി. ഞാനിതിപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ബലൂണിനുള്ളിൽ ഫിക്സ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 2 സൈഡിൽ നമുക്ക് നമ്മുടെ ഫിംഗേഴ്സ് ഒന്ന് കടത്താൻ വേണ്ടിയുള്ള രീതിയിൽ ചെറിയ 2 സ്ലിറ്റ് ഒന്ന് കട്ട് ചെയ്യാം. ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബലൂണ് ഇവിടെ ഫിക്സ് ചെയ്യാൻ ഇങ്ങനെ ഇതിലെ ഫിംഗേഴ്സ് കടത്താൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ കോർണർ പോയിൻറ്റ്സ് ഷാർപ്പുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക, കാരണം ബലൂണ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്.
ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിത് ഇവിടെ ഫിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബലൂൺ വീർപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ചെരിഞ്ഞു പോകില്ല. ഈ ഒരു ഇതിൻ്റെ സപ്പോർട്ടിൽ നേരെ തന്നെ നിന്നോളും. ഓക്കെ, അപ്പം ഈ ഹോവർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എയർ കുഷൻ വെഹിക്കിൾ എന്നും കൂടെ വിളിക്കുന്നുണ്ട്. എയർ കുഷൻ വെഹിക്കിൾ, അതായത് ഒരു വെഹിക്കിളിൻ്റെ സർഫസിന് അടിയിൽ ഒരു ചെറിയൊരു എയർ കുഷൻ ഉണ്ടാക്കിയിട്ട് അതിലൂടെ സ്ലൈഡ് ചെയ്ത് പോകുന്നൊരു വെഹിക്കിളാണ് ഹോവർക്രാഫ്റ്റ്. ഇതിനെ തന്നെ ആംഫീബിയൻ വെഹിക്കിൾ എന്ന് വിളിക്കുന്നുണ്ട്. കാരണം അത് നമ്മൾ കരയിലും വെള്ളത്തിലൊക്കെ ഓടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് വെഹിക്കിളാണ്. ഈ ഹോവർക്രാഫ്റ്റ് ആദ്യമായിട്ട് ഇൻവെൻറ്റ് ചെയ്തത് 1955 ഒരു ബ്രിട്ടീഷ് ഇൻവെൻറ്ററായ ക്രിസ്റ്റഫർ സിഡ്നി കോക്രൽ എന്ന് പറഞ്ഞ ആളാണ് ഫസ്റ്റ് ആയിട്ട് ഒരു ഹോവർക്രാഫ്റ്റ് ഉണ്ടാക്കിയത്. അതായത് കരയിലും വെള്ളത്തിലും അങ്ങനെയുള്ള എല്ലാ സർഫസിലും ഓടാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ എന്നുള്ള രീതിയിലാണ് പുള്ളി ഇൻവെൻറ്റ് ചെയ്തത്. നമ്മളിപ്പോൾ സാധാരണ ഒരു CD അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ നമ്മുടെ ഒരു വീട്ടിൻ്റെ നിലത്ത് കൂടെ സ്ലൈഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. കുറച്ച് ദൂരം പോയിട്ട് അത് നിൽക്കും. കാരണം അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് രണ്ട് സോളിഡ് സർഫസ് അല്ലെങ്കിൽ രണ്ട് സർഫസ് തമ്മിൽ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ആ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഈ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബോഡി ജസ്റ്റ് ഒന്ന് തട്ടി വിട്ട് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. വേറെ എവിടെയെങ്കിലും പോയി ഒരാൾ പിടിച്ച് നിൽക്കുന്നതല്ല. ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ് ഇപ്പോൾ നിങ്ങൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ വണ്ടി നിൽക്കാൻ കാരണം ആ വണ്ടീൻ്റെ വീലും ബ്രേക്ക് ഷൂവും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ് ആ വണ്ടി അവിടെ നിൽക്കുന്നത്. ഈ ഹോവർക്രാഫ്റ്റ് നമ്മൾ സ്ലൈഡ് ചെയ്ത് വിടുന്ന സമയത്ത് അവിടെ ആക്ച്വലി ഈ രണ്ട് സർഫസ് തമ്മിലൊരു കോണ്ടാക്റ്റ് വരുന്നില്ല. അവിടെ ഒരു എയർ കുഷൻ അതിൻ്റെ ആ ഗ്യാപ്പിനിടയിൽ വരുന്നുണ്ട്. അതിലൂടെയാണ് ഇത് സ്ലൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കിയ ഈ ഹോവർക്രാഫ്റ്റിൻ്റെ കേസ് നമുക്ക് എടുത്തു നോക്കാം. അതായത് ഇവിടെ നമ്മളിപ്പം ഒരു ബലൂണ് ഒരു CD ഫ്രെയിമിൻ്റെ മേലെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിപ്പം ആ CDയുടെ സെൻറ്ററിലുള്ള ഹോളിലൂടെയാണ്, ആ ക്യാപ്പിനുള്ളിൽ കൂടിയാണ് നമ്മൾ എയർ എസ്കേപ്പ് ചെയ്യുന്നത്. അപ്പം നോർമലി ഇതിപ്പം നമ്മുടെ വീടിൻ്റെ നിലം അല്ലെങ്കിൽ ആ സർഫസ് ആണെന്ന് വിചാരിക്കാം. ഇതിലൂടെ നമ്മളൊരു ബോഡി സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് ബോഡി തമ്മിൽ കോണ്ടാക്റ്റ് വന്നിട്ട് അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകും. പക്ഷേ ഈ ഹോവർക്രാഫ്റ്റിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രണ്ട് സർഫസ് തമ്മിൽ ഒരു ആക്ച്വൽ കോണ്ടാക്റ്റ് വരുന്നില്ല. ഹോവർക്രാഫ്റ്റ് വെഹിക്കിൾസിൽ ഇപ്പം നമ്മൾ ഈ സീഡിൻ്റെ ഈ കേസ് നമ്മൾ ഉണ്ടാക്കിയ കേസ് പറയുകയാണെങ്കിൽ ഈ ബലൂണിൻ്റെ ഉള്ളിലെ എയറിന് ആകെ എസ്കേപ്പ് ചെയ്യാനുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ CDയുടെ അടിയിൽ കൂടെയുള്ള സർഫസിലൂടെയാണ്. അപ്പോൾ ഇതിലൂടെ ഈ ബലൂണിലുള്ള ഹൈ പ്രഷറിലുള്ള എയർ ഇതിലൂടെ എസ്കേപ്പ് ചെയ്യുമ്പം ഈ CD സർഫസിൽ നിന്ന് ചെറിയൊരു മില്ലിമീറ്റർ ഹൈറ്റിൽ ഒന്ന് പൊങ്ങി നിൽക്കും. വളരെ മൈന്യൂട്ടായിരിക്കും, ഒരു 1 മില്ലിമീറ്ററിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഒരു 1/2 മില്ലിമീറ്ററൊക്കെ ഇത് ലിഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ അത്രയും ചെറിയ സർഫസിലൂടെ ഈ എയർ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എയർ ഫ്ലോ ചെയ്യുന്ന കാരണം ഈ CDയും ഈ സർഫസും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വരുന്നില്ല. അപ്പോൾ അതിനിടയിൽ ഈ ഗ്യാപ്പിലൂടെ എയർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെറിയ ഗ്യാപ്പിലുള്ള എയറിനെയാണ് നമ്മൾ എയർ കുഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എയർ കുഷൻ കാരണം ഈ രണ്ട് ബോഡി തമ്മിൽ കോണ്ടാക്റ്റ് വരാത്തത് കാരണം അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്, അതായത് എയർ ഫ്രിക്ഷനൊക്കെ അവിടെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ബോഡി വളരെ സ്മൂത്തായിട്ട് ഇതിലൂടെ മൂവ് ചെയ്യുന്നത്. ഈ സെയിം പ്രിൻസിപ്പിളാണ് എല്ലാ ഹോവർക്രാഫ്റ്റിലും യൂസ് ചെയ്യുന്നത്. അതായത് അതിനകത്തൊരു വെഹിക്കിൾ ഉണ്ടാവും, ആ വെഹിക്കിളിനകത്ത് പ്രൊപ്പല്ലേഴ്സ് ഉണ്ടാവും, അതായത് നല്ല ഫാസ്റ്റായിട്ടുള്ള ഫാൻസ് ഉണ്ടാവും. ആ ഫാൻ വെച്ചിട്ട് അവർ ആ വെഹിക്കിളിൻ്റെ അടിഭാഗത്തേക്ക് നല്ല പ്രഷറിൽ എയർ അടിച്ചു വിടും. അപ്പം ആ വെഹിക്കിളിൻ്റെ അടിഭാഗത്തുള്ള സർഫസും പിന്നെ താഴെയുള്ള ആ ഫ്ലോറും തമ്മിൽ കോണ്ടാക്റ്റ് വരാത്ത രീതിയിൽ ഹൈ പ്രഷറിൽ എയർ അടിക്കുമ്പോൾ അവിടെ ഒരു എയർ കുഷൻ ഫോം ചെയ്യും. ആ എയർ കുഷനിലൂടെയാണ് ഈ ഹോവർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സയൻസ് പ്രോജക്റ്റിലൊക്കെ വേണമെങ്കിൽ പ്രസൻറ്റ് ചെയ്യാം.
പല രീതിയിലുള്ള ഹോവർക്രാഫ്റ്റ്സ് ഉണ്ട്. നിങ്ങൾക്കത് ഗൂഗിൾ ചെയ്താൽ തന്നെ മനസ്സിലാവും. കരയിലും വെള്ളത്തിലും ഒക്കെ ഓടുന്ന പല ഡിസൈൻസിലുള്ള ഹോവർക്രാഫ്റ്റ്സ് ഇപ്പോൾ ഉണ്ട്. അപ്പം അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഒരു സയൻറ്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്, ഒരു CD-യും ബലൂണും വെച്ചിട്ട്. അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം MP's World.